ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുകയാണ് പിതാവേ. ഹല്ലേലൂയ. ഈ വചനത്തെ അപ്പാ അവിടുന്ന് വാഴ്ത്തി നുറുക്കി തരുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഇതിൻ്റെതാകുന്ന സകല വിടുതലുകളും ഇന്ന് പകൽക്കാലം ഇവിടെ ഹല്ലേലൂയ അപ്പാ വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. കടന്നു വന്ന അപ്പാ ഹല്ലേലൂയ ഞങ്ങളുടെ മക്കളെ ദൈവകരങ്ങളിൽ തരുന്നു. സ്വർഗം അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവേ. പലരും രോഗത്താലും ഭാരത്താലും ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഉടമേൽ വാച്ച് കർത്താവേ. ഹല്ലേലൂയ. പൂർണ്ണമാകുന്ന ഒരു വിടുതൽ ദൈവമേ അവിടുന്ന് ദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തൻ്റെ മക്കളുടെ കുടുംബതലങ്ങളുടെ മേലെ യഹോവയുടെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുമാറാകട്ടപ്പനെ. ഹല്ലേലൂയ. തിരുസാന്നിധ്യം കൊണ്ട് ദൈവം അലങ്കരിക്കുമാറാകണമേ കർത്താവേ. എല്ലാ രോഗത്തെ അഴിക്കണം, ശാപത്തെ അഴിക്കണം, ബന്ധനങ്ങളെ അഴിക്കണം, കേട്ടുകളെ പൊട്ടിക്കുമാറാകണം. ദൈവകൃപയുടെ മറവല അപ്പനവിടുന്ന് മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. എല്ലാ വിളിച്ചപേക്ഷകൾ തകരട്ടെ കർത്താവേ. വെല്ലുവിളികൾ ഒഴിയട്ടെ കർത്താവേ. നേർച്ചകൾ തകരട്ടെ, കാഴ്ചകൾ തകരട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ഈ തിരുവാലയത്തിന്റെ അങ്കണത്തിലായിരുന്നു കൊണ്ട് ജനത്തിനെതിരെ ശത്രുവായവൻ കടത്തിവിടുന്ന ശാപങ്ങള്, നേർച്ചകളെയും കാഴ്ചകളെയും പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ പ്രാരംഭ ഘട്ടത്തിലത് തന്റെ മക്കളെ വിട്ട് മാറുവാനായി കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് വിട്ട് മാറിപ്പോകട്ടെ. രോഗങ്ങളും രോഗശക്തികളെയും പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ദൂരീകരിക്കുക. യേശുവിന്റെ നാമത്തില് ശാപത്തിന്റെ കുരുക്കുകൾ, നേർച്ചയുടെ പരികൾ, അന്യാരാധനയുടെ വ്യാപാര കേന്ദ്രങ്ങൾ യേശുവിന്റെ നാമത്തില് വിട്ടുമാറി. ജഡത്തിന്റെ ബലത്തേക്കെടുത്ത് പോരാടി നിൽക്കുന്ന എല്ലാ ആധിപത്യങ്ങളെയും പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ബന്ധിക്കുന്ന വീട്ട് കർത്താവെ നന്ദിയോടെ വാഴ്ത്തുന്നു. വചനത്തെ കർത്താവോടെന്ന് വാഴ്ത്തി നുറുക്കിയതിനായി നന്ദി. ഇടനാവോട് ഉദരത്തോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. ആത്മാവിന്റെ മറവിലപ്പൻ മറയ്ക്കുന്നതിനായി നന്ദി. കുഞ്ഞു പൈതങ്ങളെ മുദ്ര വയ്ക്കുകയാണ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനം പറയുന്നു, പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പിന്നെയും ഒരു ദിവസം ആമേൻ വചനം പറയുകയാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവപുത്രന്മാർ ദൈവദൂതന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ ഹല്ലേലൂയ. ഒരുവൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ശത്രുവായ സാത്താന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരിക്കുമെന്ന് ഈ പകൽക്കാലം മറന്നു പോകരുതേ. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ.
കർത്താവിന്റെ വചനം പറയുന്നു, ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രുവിന്റെ തന്ത്രം അറിഞ്ഞ, ആമേൻ, ഹല്ലേലൂയ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവത്തിന്റെ ഹല്ലേലൂയ വിളിക്കപ്പെട്ട പ്രിയ ദൈവജനം, ഹല്ലേലൂയ, ശത്രുവിന്റെ തന്ത്രം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ ജ്ഞാനത്തോട് പരിജ്ഞാനത്തോട് ദൈവകൃപയോടുകൂടെ ഇടപെടേണ്ടുന്നത് ആവശ്യമാണ് ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. താങ്ക് ലോർഡ്. ആമേൻ. ആരാധിക്കുന്ന ദൈവ പൈതലിന്റെ ആരാധനയെ കെടുത്തു കളയുവാൻ, ദൈവവുമായി ബന്ധമുള്ള ഒരു ദൈവ പൈതലിന്റെ ദൈവമാകുന്ന ബന്ധത്തെ കെടുത്തു കളയുവാൻ വേണ്ടി ശത്രുവായ സാത്താൻ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിന്റെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമിച്ച് കൊണ്ടിരിക്കുന്ന വേളകളിൽ, ആമേൻ, ഹല്ലേലൂയ, ദൈവ കൃപ പ്രാപിച്ച ഒരു ദൈവ പൈതല് വളരെ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടെ അവരോട് ഇടപെടേണ്ടുന്നത് ആവശ്യമാണ് ദൈവ പൈതലേ. കാരണമുണ്ട്. ഹല്ലേലൂയ. ശത്രുവായവൻ, ഹല്ലേലൂയ, ആമേൻ, പ്രേ ടു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓരോ ആത്മാക്കളെയും, ഹല്ലേലൂയ, ഉടച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ, കൊത്തിയെടുക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, കഴുകന്മാരെ പോലെ, ആമേൻ, കണ്ണെന്നിട്ട് നടക്കുന്ന ഈ കാലയളവില്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ, ആമേൻ, ഹല്ലേലൂയ, പ്രാപിച്ച ദൈവമക്കൾ, ആമേൻ, അതിനെ കണ്ടറിയണമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ശത്രുവായവന്റെ തന്ത്രങ്ങളെ, ആമേൻ, മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ് ദൈവ പൈതലേ. ഇവിടെ ദൈവദൂതന്മാർ കടന്നു വന്ന വേദിയിൽ, ആമേൻ, സാത്താനും കടന്നു വരുവാനിടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തോട് ഒരു അനുവാദം ചോദിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തോടൊന്ന്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ശത്രുവിന്, ഹല്ലേലൂയ, ചിലരുടെ വിശ്വാസത്തെ കെടുത്തു കളയുവാൻ കഴിയുമെന്നുള്ള, ഹല്ലേലൂയ, ആ ധാരണയോടുകൂടെ ശത്രു കടന്നു വരുവാനിടയായി തീർന്നു. ഈ പകൽക്കാലം, ഹല്ലേലൂയ, ആ വചനം ഇങ്ങനെ പറയുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വചനം പറയുന്നു, ഹല്ലേലൂയ, യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ, യഹോവയുടെ ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ ദൈവ പൈതലേ, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറയുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ശത്രുവായവൻ നമ്മുടെ അരികത്ത് കടന്നു വരാത്തത് കൊണ്ടല്ല, ആമേൻ, ശത്രു പലപ്പോഴും നമ്മുടെ അരികത്തേക്ക് വന്നതാണ്, നമ്മുടെ ഇടത്തേക്ക് വന്നതാണ്, നമ്മുടെ കോമോഡിന് മേൽ അവൻ എത്തി നോക്കിയതാണ്. പക്ഷേ ഹല്ലേലൂയ, യഹോവയാം ദൈവം അവിടെ ഒരു തീ മതിലിട്ടത് കൊണ്ട്, ഒരു അഗ്നി മതിലിട്ടത് കൊണ്ട് ശത്രുവായവന് ദൈവത്തിന്റെ അനുവാദമില്ലാതവന് അതിന്റെ അകതളത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുക. ഇന്ന് പകൽക്കാലം എത്ര പേരുടെ കോമോഡിന് മേല് ഈ ഹല്ലേലൂയ തീ മതിലുണ്ട് എന്ന് നാം ഓരോരുത്തരും ഈ പകൽക്കാലം ഒന്ന് പരിശോധന കഴിക്കേണ്ടുന്ന, ആമേൻ, ഹല്ലേലൂയ, പകൽക്കാലമാണ്. ഈ പകൽക്കാലം ദൈവ പൈതലേ, ദൈവം ഒരു മുദ്രയിട്ടാൽ ദൈവത്തിന്റെ അനുവാദമില്ലാതെ ആ മുദ്ര പൊട്ടിക്കുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ ഈ പകൽക്കാലം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തിന് തക്ക മഹത്വം കരകയറ്റിയാട്ട്. ഹല്ലേലൂയ. ശത്രുവായവൻ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ കോട്ടകളെ പൊളിക്കുവാൻ നോക്കിയതാണ്, നമ്മെ തകർക്കുവാൻ നോക്കിയതാണ്, നമ്മെ ഉടയ്ക്കുവാൻ നോക്കിയതാണ്. പക്ഷേ ഹല്ലേലൂയ, ശത്രുവിന്റെ കരങ്ങൾ
കൊടുക്കാത്ത ഒരുവൻ ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉയരങ്ങളിലുണ്ട് എന്ന് ഈ പകൽക്കാലം മറന്നു പോകരുതേ. ആ ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നാം സമയം കണ്ടെത്തി തന്നെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു നിമിഷം പോലെ പാഴാക്കാതെ വേണം ഈ നാളുകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആ ദൈവത്തോടൊന്ന് പറ്റിയിരിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർ ഈ പകൽക്കാലം തീരുമാനമെടുക്കാം? തീരുമാനമുള്ളവർക്ക് മാത്രമേ ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. തീരുമാനമുള്ളവർക്ക് മാത്രമേ ശത്രുവിന്റെ വഴികളിൽ നിന്ന് മാറി കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ തീരുമാനമെടുക്കുന്ന മാത്രമേ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആരംഭം അവിടെ കുറിക്കുവാനിടയായി തീരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുക, നന്ദിയോടെ സ്തുതിക്കുക. യേശുവിന്റെ നാമം ജയമെടുക്കുമാറാകട്ടെ. ഓ ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നു ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളോട് യഹോവ നീ എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ ആമേൻ കല്ലുല വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കർത്താവാകുന്ന യേശു പറയുവാനിടയായി തീർന്നു. യോബിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം ഹല്ലേലൂയ അവന്റെ പുത്രി പുത്രന്മാർ ആടുമാടുകൾ ദാസി ദാസന്മാർ ഹല്ലേലൂയ സകലതും നഷ്ടപ്പെട്ടു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അടുത്ത ഘട്ടം പോകുകയാണ് അവിടെ. ആമേൻ ഹല്ലേലൂയ. യോബ് എങ്ങനെ ആയിരിക്കുന്നുവെന്ന് അറിയുവാനാണ് ഈ സാത്താൻ വീണ്ടും കടന്നു ചെന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ ആമേൻ ഹല്ലേലൂയ. സാത്താൻ പറയുകയാണ് അവൻ തന്റെ വൈത്തി ഹല്ലേലൂയ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലയോ എന്ന്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ ദൈവ ഭക്തിയിൽ ജീവിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും പതറിടാതെ വണ്ണം ഹല്ലേലൂയ ആ യേശുവിന്റെ പൊന്മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? പ്രൈസ് ജീസസ്. തീരുമാനമില്ലാത്ത വ്യക്തി ആമേൻ ഹല്ലേലൂയ അവർക്ക് വിശ്വാസമുണ്ടെന്ന് പറയുവാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം അത് തീരുമാനത്തോട് പ്രതിഷ്ഠയോട് കൂടെ ഉള്ളതായിരിക്കണം. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കഴിഞ്ഞ ആമേൻ ഹല്ലേലൂയ ഞായറാഴ്ചയുടെ മുന്നത്തെ ഞായറാഴ്ച ആമേൻ ഹല്ലേലൂയ ഞാൻ ഇവിടെ നിന്നുകൊണ്ടൊരു തീരുമാനം എടുത്തു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വ്യാഴാഴ്ച ഹല്ലേലൂയ ആ നടക്കേണ്ടുന്ന ദൗത്യം നടന്നു കഴിയുന്നത് വരെയും സന്ധ്യ വരെ ആ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുമെന്ന് തീരുമാനമെടുക്കുവാനിടയായി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. തീരുമാനമെടുത്ത മാത്രയിൽ ശത്രുവിന്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. ആ നിമിഷം മുതൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ വിശുദ്ധ ഇടത്തു നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ 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 അതിപരിശുദ്ധ ഇടത്തു നിന്ന് തീരുമാനമെടുത്ത മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുവാനിടയായി. ക്രിസ്തീയ ജീവിതം തീരുമാനമുള്ള ജീവിതമെങ്കിൽ മാത്രമേ ശത്രുവിനോട് എതിർത്തു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തീയ ജീവിതം ആമേൻ ഹല്ലേലൂയ തീരുമാനവും ഉടമ്പടിയും വച്ചാരാധിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവസന്നിധിയിൽ വിളിക്കപ്പെട്ടവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വാഗ്ദത്തം കേട്ടവർക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഇല്ലാത്തവർക്ക് നിൽക്കാം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ അവരോടൊപ്പം ഹല്ലേലൂയ ശത്രുവായവൻ ഹല്ലേലൂയ ഒരു ഭാഗത്ത് ആമേൻ ഒരു ഭാഗത്ത് ഹല്ലേലൂയ ആമേൻ ദൈവമുണ്ട് എന്ന് പറയുന്ന അനുഭവം. ആമേൻ ഹല്ലേലൂയ. പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പിശാചും പകുതി ദൈവമാകുന്ന അനുഭവം അവർക്ക് നിൽക്കാം. പക്ഷേ പൂർണ്ണമായിട്ട് ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ
നിൽക്കണമെങ്കിൽ ഉടമ്പടി ഉണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഉടമ്പടിയെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, വെറുതെ ഹല്ലേലൂയ ആമേൻ അവനെ തകർക്കുവാൻ അല്ലെങ്കിൽ അവന്റെ നന്മകളെ തകർക്കുവാൻ എന്നെ നീ സമ്മതിപ്പിച്ചു എന്ന് പറയുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരയുമ്പോൾ ആമേൻ മാതാപിതാക്കൾ അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി അവരുടെ കാര്യാദികൾ ചെയ്തു കൊടുക്കുന്നത് പോലെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവാകുന്ന യേശുവിനറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഏതെല്ലാം ശോധനകൾ വന്നാലും, ഏതെല്ലാം വേദനകൾ വന്നാലും, ഏതെല്ലാം തകർച്ചകൾ വന്നാലും ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ ഹല്ലേലൂയ നിന്ദിക്കത്തില്ല, ദൈവത്തെ ഹല്ലേലൂയ പരിഹസിക്കത്തില്ല, അവൻ ത്യജിച്ച് പറയത്തില്ല, അവന്റെ ആത്മാവിനെ അവന്റെ ജീവനെ അവൻ നഷ്ടമാക്കത്തില്ല എന്ന് അറിഞ്ഞ കർത്താവ് ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന് ആമേൻ ഹല്ലേലൂയ അവന്റെ നന്മകളെ അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനുള്ള അധികാരം കൊടുക്കുവാനിടയായി. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, മനസ്സിലായവർ മാത്രം ഈ പകൽക്കാലം ഹല്ലേലൂയ ആ ദൈവവചനത്തോട് ചേർന്ന് ആ ദൈവത്തിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ട്, ഒരു തക്ക മഹത്വം കൊടുത്താട്ട്, ദൈവാത്മാവിനെ സ്വാഗതം ചെയ്താട്ട്, ദൈവാത്മാവിന് ഇടം കൊടുത്താട്ട്. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധനെ നന്ദി. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഇടപെടുകയായി നന്ദി. കർത്താവേ, തന്റെ മക്കളെ അവിടുന്ന് വിടുവിക്കുന്ന വിധങ്ങൾക്കായി നന്ദി. ആമീൻ. വചനം പറയാണ്, സാത്താൻ യഹോവയോട് തൊക്കിന് പകരം തൊക്ക്. ആമീൻ. ഹല്ലേലൂയ. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം ഹല്ലേലൂയ ആമീൻ കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥി മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ ആമീൻ. അവൻ്റെ അസ്ഥി മാംസവും നീ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് ഉത്തരം പറയുവാനിടയായി തീർന്നു. ശത്രുവിന് ഇത്രമാത്രം അറിവ് മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിൻ്റെ അകതളത്ത് കിടക്കുന്ന തീരുമാനത്തെ കാണുവാനുള്ള കണ്ണ് ശത്രുവിനില്ല. ഒരു ദൈവ പൈതലിന്റെ ഹല്ലേലൂയ ആമേൻ പ്രതിഷ്ഠയെ കാണുവാനുള്ള കണ്ണ് പിശാചിനില്ല. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ഹല്ലേലൂയ ദൈവമാകുന്ന ഉടമ്പടിയെ മനസ്സിലാക്കുവാനുള്ള കണ്ണ് ആമേൻ ഹല്ലേലൂയ ഒരു പക്ഷേങ്കിലും നിങ്ങളുടെയും എന്റെയും അയൽക്കാർക്ക് കാണത്തില്ല, എതിരെ പ്രാർത്ഥിക്കുന്നവർക്ക് കാണത്തില്ല, ശാപമിടുന്നവർക്ക് കാണത്തില്ല. ആമേൻ. കാണുന്ന കാണിക്ക വച്ചികളിലല്ല, വെള്ളിത്തുട്ടുകൾ എറിഞ്ഞ് എതിരെ കടത്തിവിടുന്ന പോരാട്ടത്തിന്റെ അമ്മിക്കയറുകള് ഈ പകൽക്കാലം സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനാകുന്ന യഹോവയാം ദൈവം പൊട്ടിച്ചെറിയും. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഉൾത്തടത്തു നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തോട് സ്ഥാപിക്കുന്ന ബന്ധം എത്രത്തോളം എന്ന് കാണുവാനുള്ള കണ്ണ് ഒരിക്കലും ഒരു ശത്രുവിന് കർത്താവ് തുറന്നു കൊടുക്കാറില്ല. ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ തീരുമാനമെടുക്കുക ദൈവ പൈതലേ, ഉടമ്പടി വെക്കുക ദൈവത്തോട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയില്ല. ദൈവം എനിക്ക് കാണിച്ചു തരുന്ന ആ നേർപാതകളിലൂടെ ഞാൻ സഞ്ചരിച്ച് ആ ദൈവത്തിൽ നിന്നുള്ള വിടുതലുകളും നന്മകളും അത് ഞാൻ നേടിയെടുത്തിരിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഞാൻ പിടിച്ചെടുത്തിരിക്കും, ഞാൻ പ്രാപിച്ചിരിക്കും. ആമേൻ ഹല്ലേലൂയ. അത് ഞാൻ മറ്റൊരു വ്യക്തിക്ക് വിട്ടുകൊടുക്കത്തില്ല. മറ്റൊരു വ്യക്തിക്ക് ഹല്ലേലൂയ ഞാൻ എൻ്റെ
നിന്റെ അവകാശത്തെ കൊടുക്കത്തില്ല എന്നുള്ള ഒരു ഉടമ്പടി ഹല്ലേലൂയ ദൈവജനത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തെ ഹല്ലേലൂയ മുറ്റുമായി ഹല്ലേലൂയ വേലി കെട്ടി കാക്കുന്നവനാണ് ദൈവം. തന്റെ ദൂതന്മാരെ അയച്ച് അഗ്നി മതിലിടുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് മറന്നു പോകരുതേ ദൈവ പൈതലേ. ആമേൻ ഹല്ലേലൂയ. ശത്രുവിന്റെ തന്ത്രം നോക്കിയാട്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. അങ്ങനെ സാത്താൻ യോബിനെ ഉള്ളം കാല് മുതൽ ആമിൽ തലവരെയും വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, ഇതാ അവനെ നിന്റെ കരങ്ങൾ തന്നിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് ആമേൻ ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ. രക്തം പ്രാണനാകിയാൽ ജീവനാകിയാൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിങ്ങൾ മാംസം ഭക്ഷിക്കുമ്പോൾ രക്തത്തോട് കൂടെ ഭക്ഷിക്കരുത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇയ്യോബ് ഹല്ലേലൂയ വചനം പറയാണ്, ആമേൻ ഹല്ലേലൂയ, അവന്റെ പ്രാണനെ മാത്രം തൊട്ടു പോകരുത്, തുടരുതെന്ന് പറയുവാനിടയായി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഹല്ലേലൂയ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ട് ഇയ്യോബ് ഇത്രത്തോളം ശോധന വന്നിട്ട് അടുത്ത വരി ഇങ്ങനെ പറയുക: അവനൊരു ഓട്ട് കഷ്ണം എടുത്ത് അവന്റെ ശരീരത്തെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ചാരമിട്ട് ചിരണ്ടി മാറ്റുവാനിടയായി. അത്രത്തോളം വ്രണം വാദിക്കുവാനിടയായി. ജീവിതമാകുന്ന ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വന്നാൽ നമ്മിൽ എത്ര പേർ കാണും? നമ്മുടെ വിശ്വാസത്തെ ആകമാനം അളന്ന് തുട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. നമുക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങള് നമ്മുടെ മുന്നിൽ ദൈവം കടത്തി വിടുന്നില്ല. ആ വിധങ്ങളെ ഓർത്തി പകൽക്കാലം ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ അതേ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ, വിശുദ്ധ ദിനത്തെ അശുദ്ധമാക്കാതെ വണ്ണം നാം ദൈവത്തെ ആരാധിക്കണം. പലപ്പോഴും പലരും തീരുമാനമെടുക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ ഹല്ലേലൂയ ലോകപ്രകാരമുള്ള ആമേൻ ചിന്തകളും ആമേൻ ഹല്ലേലൂയ ജഡത്തിന്റെ ഇച്ഛകളും ലോകത്തിന്റെ മോഹങ്ങളും ധനത്തിന്റെ ഹല്ലേലൂയ മോഹങ്ങളും ഉള്ളിൽ ഒതുക്കി വെക്കുന്നത് കൊണ്ട് പലപ്പോഴും പലർക്കും അതിൽ നിൽക്കുവാൻ കഴിയാതെ പോകുന്നു. ആ തീരുമാനമല്ല ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്നെ രക്ഷിച്ചാലും ഇല്ല എങ്കിലും അശദ്രക് മേശക് അബേദ്നെഗോ പറയപ്പെട്ടതുപോലെ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ല എങ്കിലും ആമേൻ ഹല്ലേലൂയ രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്നുള്ള അദൃഢമാകുന്ന ഒരു തീരുമാനം. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചാലും ഇല്ല എങ്കിലും, ഞങ്ങൾക്ക് വീട് തന്നാലും ഇല്ല എങ്കിലും, ഞങ്ങൾക്ക് നന്മ തന്നാലും ഇല്ല എങ്കിലും, ഞങ്ങളുടെ പട്ടിണി മാറ്റിയാലും ഇല്ല എങ്കിലും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് ഓരോ ദൈവമക്കൾക്കും ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എതിരുകളും എതിർപ്പുകളും ആമേൻ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും നമ്മെ വേട്ടയാടുന്ന വേളകളിൽ യഹോവയുടെ ദൂതനെ അയച്ച് ഹല്ലേലൂയ ശത്രുപീഡകളെ ശത്രുവിന്റെ പോരാട്ടങ്ങളെ അവൻ നമ്മിൽ നിന്ന് ഹല്ലേലൂയ അകറ്റുവാനിടയായി തീരും. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ എത്ര പേരുടെ ഉള്ളങ്ങൾ ഈ പകൽക്കാലം ദൈവകരങ്ങളിൽ ഒന്ന് വിട്ടു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേൻ ഹല്ലേലൂയ. നമ്മെ നാം വിട്ടു കൊടുത്തില്ല എങ്കിൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടുകയില്ല. ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ നിറവേറുകയില്ല. നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്തോറും നമ്മുടെ മേൽ വന്നു വീഴേണ്ടുന്ന ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ വന്നു ഭവിക്കുവാനിടയായി തീരും.
തീരുമാനത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ഏതൊരു ചെറിയ കാര്യമായിരുന്നാലും അത് ദൈവസന്നിധിയിൽ വലുതു തന്നെയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഏതൊരു ചെറിയ കാര്യവും അത് ദൈവത്തിന്റെ സന്നിധിയിൽ വലുതു തന്നെയാണ്. ഏതൊരു നിസ്സാര വിഷയത്തിന്റെ നടുവില് ഞാൻ ഹല്ലേലൂയ ആ വഴി പോകത്തില്ല, ഞാൻ ആ പാപം ചെയ്യത്തില്ല, ഞാൻ ഹല്ലേലൂയ വിഗ്രഹത്തെ ആരാധിക്കത്തില്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ദൈവഹിതമില്ലാത്തതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയില്ല, എടുക്കുകയില്ല, തൊടുകയില്ല, അതിലേക്ക് ശ്രദ്ധ വെക്കുകയില്ല എന്ന് നാം എടുക്കുന്ന ഓരോ തീരുമാനവും അത് ദൈവപ്രസാദമുള്ളതായി തന്നെ മാറുവാനിടയായി തീരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്നാൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മറ്റുള്ളവരെ പോലെ നമുക്ക് ആമേൻ ഹല്ലേലൂയ ജീവിക്കുവാൻ കഴിയത്തില്ല. മറ്റുള്ളവരെ പോലെ ഹല്ലേലൂയ ആമേൻ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ മക്കളെ വളർത്തുവാൻ കഴിയത്തില്ല. മറ്റുള്ളവരെ പോലെ അവരെ വസ്ത്രം ധരിപ്പിക്കുവാൻ കഴിയത്തില്ല. മറ്റുള്ളവരെ പോലെ അവരെ അണിഞ്ഞൊരുക്കുവാൻ കഴിയത്തില്ല. പലവിധമാകുന്ന കാര്യാദികളിൽ ദൈവ മക്കൾക്കൊരു തീരുമാനം ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഉടമന റിഗബൽ ശാരബ ശത്രു നമ്മുടെ വിശ്വാസത്തെ കെടുത്തു കളയുന്ന വാക്കുകളുമായി നമ്മുടെ അരികത്തേക്ക് കടന്നു വരുമ്പോൾ ആമേൻ അവരുടെ വാക്കിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി ഹല്ലേലൂയ മറുപടി കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങളുടെ മേൽ ആമേൻ മറുപടി കൊടുത്ത നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്, പ്രാർത്ഥിക്കുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച അവരുടെ വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ നാം സംസാരിക്കുമെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഏഷണികൾ നമ്മോട് പറയുന്നത് നിർത്തുവാനിടയായി തീരും. ഇല്ല എങ്കിൽ ഹല്ലേലൂയ ഈ ശത്രുവായവൻ യേശു ക്രിസ്തുവിന്റെ അരികത്ത് ചെന്നിട്ട് യോബിനെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒറ്റുകൊടുക്കുവാൻ ശ്രമിച്ചതുപോലെ നമ്മുടെ വിശ്വാസങ്ങളെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ തീരുമാനങ്ങളെ നമ്മുടെ ഹൃദയമാകുന്ന മാംസതളത്തിൽ നിന്ന് ഒടർത്തി കളയുന്ന വാക്കുകളുമായി തന്ത്രങ്ങൾ മിനഞ്ഞുകൊണ്ട് ആമേൻ മാനുഷ്യ ശക്തികൾ നമ്മുടെ ഹല്ലേലൂയ അരികത്തേക്ക് വരുമ്പോൾ, ഫോൺ കോളുകൾ വരുമ്പോൾ, ആമേൻ ഉടമാന റീബൽഷാരബ സുഖ അന്വേഷണങ്ങൾ വരുമ്പോൾ, ഉടമാന റിഗബൽഷാരബ നമ്മെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളുമായി കടന്നു വന്ന് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുത്തുന്ന നിലകളിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഉൾത്തടത്തിലേക്ക് തള്ളിക്കയറ്റുവാൻ നോക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലേ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വെച്ച ഉടമ്പടി മറന്നു പോകരുത്, തീരുമാനം മറന്നു പോകരുത്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവ വഴികളിൽ തന്നെ നടപ്പാൻ നാം കടമപ്പെട്ടവരാണ്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ, ആത്മീക ഗോളം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. സത്യാരാധന, നിത്യാരാധന, രണ്ടാരാധനകൾ ഈ ലോകത്ത് ആമേൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യ നമസ്കാരികളാകുന്നവർ ദൈവത്തിന്റെ വചനം പറയുക, സാക്ഷാൽ യേശു ക്രിസ്തു പറയുക, സത്യ നമസ്കാരികൾ എന്നെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ച ദൈവ പൈതൽ സകല സത്യത്തിലും വഴി നടക്കണമെന്നാണ് അതിന്റെ മർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. സത്യം വിട്ടു നടക്കുവാൻ ആത്മാവ് പ്രാപിച്ചവർക്ക് ആമേൻ വ്യവസ്ഥയില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല സത്യത്തിലും ആമേൻ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കുവാനുള്ള സ്ഥാനമാനങ്ങൾ നാം കൊടുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ആരാധനകൾക്ക് വീഴ്ച വരുത്തത്തില്ല, കൂട്ടായ്മ ബന്ധങ്ങൾക്ക് വീഴ്ച വരുത്തത്തില്ല, ദൈവമാകുന്ന കൂടിക്കാഴ്ചയ്ക്ക് നാം വീഴ്ച വരുത്തത്തില്ല. അത് വന്നു ഭവിച്ചാൽ അല്ലെങ്കിൽ വരുത്തിയാൽ അതിന്റെ കുറ്റബോധം നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. അടുത്ത ഘട്ടം മുഴങ്കാലം അടക്കുന്നത് വരെയും ഈ പാപബോധം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ തട്ടി ഉണർത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ അടയാളം എന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവാത്മാവ് പ്രാപിച്ച ഒരു ദൈവ പൈതല പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ കഷ്ടത കണ്ട് ദൈവത്തെ വിട്ടുപോകുന്നില്ല. യോബ് ചെയ്തത് അതാണ്, യോബിന്റെ ജീവിതം അതാണ്. ആമേൻ ഹല്ലേലൂയ. യോബ് പറഞ്ഞു ആമേൻ ദൈവം നമുക്ക് നന്മ തന്നു, തിന്മയും നാം അനുഭവിക്കരുതോ.
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവം തന്നു, ദൈവം എടുത്തു. ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിലപ്പുറമായി യോബ് ഒന്നും പറയുന്നില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ജന്മദിവസത്തെ അവൻ ശപിച്ചുവെന്ന് ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പക്ഷേങ്കിൽ ഹല്ലേലൂയ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ ദൈവത്തിന്റെ മേൽ നാം ചാരുന്നവരാകരുത്. ആമേൻ. നമ്മുടെ ഹല്ലേലൂയ ബലഹീനതകളെ, നമ്മുടെ ഹല്ലേലൂയ പരാജയങ്ങളെ അത് ദൈവത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. എങ്കിൽ ദൈവം നമ്മുടെ മേൽ ഹല്ലേലൂയ തരേണ്ടുന്ന വിടുതലുകൾ, നന്മകൾ തരുവാൻ വൈകും ദൈവ പൈതലേ. ആയതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് പറ്റി ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വചനം പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. 7-ാം വാക്യം പറയുക. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. ആമേൻ. അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ഹല്ലേലൂയ. ഈ വിധമാകുന്ന ശോധനയിലൂടെയാണ് ഒരു ഭക്തന്റെ ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അടയാളത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇതിൻ്റെതാകുന്ന വിടുതലും സമൃദ്ധിയും അനുഗ്രഹവും ആനന്ദവും ഒക്കെ വന്ന് ഭവിക്കുന്നത് 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം ചെയ്ത നന്മയെ അവിടെ വർണ്ണിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഒരു താഴ്ചയുണ്ട് എങ്കിൽ ഒരു ഉയർച്ചയുണ്ട്, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുമുണ്ട്. ഹല്ലേലൂയ. ഇത് രണ്ട് മനുഷ്യ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ്. ഒരു നാണയത്തിന് രണ്ട് പുറമുള്ളത് പോലെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എല്ലാറ്റിനും രണ്ട് വശങ്ങളുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കുവാനാണ്, അവനെ സ്തുതിക്കുവാനാണ്. ഒരു സൃഷ്ടികളെയും അവൻ നോക്കിയപ്പോൾ ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ കണ്ടില്ല. പക്ഷേ മനുഷ്യനെ ആക്കി വെച്ചത് ആമേൻ ദൈവത്തെ സ്തുതിക്കുവാനാണ് എന്ന് ഈ പകൽക്കാലം നാം മറന്നു പോകരുതേ. ദൈവത്തെ സ്തുതിക്കേണ്ടുന്ന സ്ഥാനത്ത് നാം ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ ശത്രു നമ്മുടെ കൂടെയുണ്ടെന്ന് മറന്നു പോകരുത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താ വിഷയം ഇതാണ്. ആമേൻ. ദൈവത്തെ വിട്ടു പോകുന്നവരെ വചനം പറയുക അവൻ മണ്ണിൽ എഴുതി വെക്കാം. ആമേൻ. ഹല്ലേലൂയ. അവനെയാകുന്ന ഒരു സ്ത്രീയെ അവന്റെ എഴുകത്തേക്ക് വിടിച്ചു കൊണ്ടുവന്നപ്പോൾ കർത്താവാകുന്ന യേശു കുനിഞ്ഞു നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നുവെന്ന് വിശുദ്ധ വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? ഈ കൊണ്ടുവന്ന ഓരോരുത്തരുടെയും പാപമാണ് കർത്താവ് എഴുതിയത്. ഹല്ലേലൂയ. മൂത്തവർ തുടങ്ങി ഇളയർ വരെ ഓരിക്കൊണ്ടുവന്ന കല്ലുകളെ ഇട്ട് ഒരു കൽക്കൂമ്പാരവും സ്ത്രീയും ആമേൻ യേശുവും മാത്രം അവിടെ ശേഷിക്കുന്നതായി കാണുകയാ. ആമേൻ. വചനം പറയുന്നു, സ്ത്രീയെ നിനക്ക് അവരാരും ശിക്ഷ വിധിച്ചില്ലയോ, പോകാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് പറയുവാനിടയായി തീർന്നു. ഏത് പാപത്തെ ക്ഷമിക്കുന്ന ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ സകല ഭാരവും ഇറക്കി വെച്ച സന്തോഷമുള്ള ഹൃദയത്തോട്, ആനന്ദമുള്ള ഹൃദയത്തോട് കൂടെ ദൈവം നമ്മെ പറഞ്ഞയക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ സകല പാപക്കറകൾക്ക് വേണ്ടി ഗോൽഗോഥാവിലെ മൂന്നാണിമേൽ തൂങ്ങി അവസാനത്തുള്ളി ചോര വരെയും നമുക്ക് വേണ്ടി ഓർത്തൊഴുക്കി നമ്മെ വീണ്ടെടുത്തൊരു കർത്താവ്. ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ഈ പകൽക്കാലം മാടി വിളിക്കുക. യോബിനെ പോലെ എന്നെ സേവിക്കുവാൻ എത്ര പേർക്ക് കഴിയുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഓരോ ജീവിതങ്ങളോടും ഇടപെടുകയ ദൈവ പൈതലേ. എത്ര പേർക്ക് കഴിയും? അവർ ദൈവത്തെ മഹത്വീകരിച്ചോട്ട്, അവർ ദൈവത്തെ സ്തുതിച്ചോട്ട്, ദൈവത്തെ ആരാധിച്ചോട്ട്, ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തോട്ട്. നമ്മുടെ ഉള്ളുടയുന്നത് കർത്താവ് കാണും.
ഹല്ലേലൂയ. മനുഷ്യൻ മുഖത്തെ കാണുമ്പോൾ യഹോവ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന യഹോവയെന്ന് ദൈവവചനം പറയുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറുവീനെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. ഈ പകൽക്കാലം ഹല്ലേലൂയ ഉള്ളുടഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ എൻ്റെ കർത്താവ് ഈ ഇടത്തുണ്ട്. ആമേൻ. പ്രൈസ് കൊടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആമേനോടുകൂടെ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ 7 പ്രാവശ്യം ഹല്ലേലൂയ ആമേൻ ആമേൻ മുങ്ങുക എന്ന്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവൻ ചിന്തിച്ചു, ഹല്ലേലൂയ എൻ്റെ ദേശത്ത് എത്രയോ ആമേൻ നദികളുണ്ട്, അവയിൽ കുളിച്ചെനിക്ക് ശുദ്ധനാകരുതോ. ആമേൻ. അവൻ ചിന്തിച്ചു. പ്രവാചകൻ ശിരസിന്മേൽ കൈവച്ച് ആട്ടിക്കറക്കി ആമേൻ വിടുതൽ പകർന്നു കൊടുക്കുമെന്ന്. ഇല്ലില്ല ദൈവത്തിന്റെ പൈതലേ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരമൊന്ന് നീട്ടിയാൽ ആരുടെയും മേൽ ഹല്ലേലൂയ ആരുടെയും കരം വെക്കണ്ട. ഈ പകൽക്കാലം സകല രോഗസൗഖ്യങ്ങൾ നടക്കും, സകല ഭൂത സൗഖ്യങ്ങൾ നടക്കും, സകല ബന്ധനത്തിൽ നിന്ന് കർത്താവാകുന്ന യേശു നിങ്ങളെ വിടുവിപ്പാൻ ശൈത്താനാണ്. ആ നയമാൻ പറഞ്ഞു, എന്റെ ദേശത്ത് ഹല്ലേലൂയ ആമേൻ എത്രയോ ഹല്ലേലൂയ ഹല്ലേലൂയ നദികളുണ്ട്, അവയിൽ കുളിച്ചെനിക്ക് ശുദ്ധനാകരുതോ. ഇല്ല ദൈവത്തിന്റെ പൈതലേ, വിളിക്കപ്പെട്ട ഇടമുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഇടമുണ്ട്, ദൈവം വസിക്കുന്ന ഇടമുണ്ട്, ദൂതന്മാർ നടക്കുന്ന ഇടമുണ്ട്. ഈ പകൽക്കാലം ഹല്ലേലൂയ അവസ്ഥ കുളക്കരയിൽ കിടന്നവനെ അവന്റെ കിടപ്പ് കണ്ടിറങ്ങി വന്ന് ആമേൻ ഹല്ലേലൂയ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ കർത്താവ് ഈ പകൽക്കാലം ഇവിടെയുമുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എഴുന്നേൽപ്പുകളെ തടഞ്ഞു വെച്ച്, നന്മകളെ തടഞ്ഞു വെച്ച്, വാഗ്ദത്തങ്ങളെ അടച്ചു പൂട്ടി, വഴികളെ അടച്ചു കെട്ടി വന്നിരിക്കുന്ന ഹല്ലേലൂയ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തെടുത്ത് ഹല്ലേലൂയ നല്ലൊരു മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവരുവാൻ യഹോവ ഈ സ്ഥലത്തുണ്ട്. Praise God. Ora baba shudamara bara sharaba yudamara sharaba hallelujah. അവസ്ഥ കുളക്കരയിൽ 5 മണ്ഡപമുണ്ടായിരുന്നുവെന്ന് വചനം പറയുക. ഹല്ലേലൂയ. ദാവീദ് എടുത്ത കല്ലുകൾ 5 മിനുസമുള്ള കല്ലായിരുന്നുവെന്ന് വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി. ഹല്ലേലൂയ. സകല ശത്രുക്കള് ചിതറിപ്പോകും. ഇന്ന് പകൽക്കാലം ആ ദൂതന്റെ സാന്നിധ്യത്തിൽ കടന്നു പോകുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓ ഹല്ലേലൂയ. അവരെ ഹല്ലേലൂയ ദൂതൻ നിയന്ത്രിക്കുവാൻ പോകുക. ദൂതൻ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുക. കുടുംബത്തിന്റെ ഹല്ലേലൂയ അടിസ്ഥാന കെട്ടുകൾ പൊട്ടണമോ? ദൂതൻ ഇറങ്ങണം. ഹല്ലേലൂയ. വളർച്ചയെ ഉയർച്ചയെ അടച്ചുപൂട്ടിയ കെട്ടുകൾ പൊട്ടണമോ? ദൂതൻ ഇറങ്ങണം. ദൈവ പൈതലേ, നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമെന്ന് നിങ്ങൾ കരുതുന്ന മണ്ഡലങ്ങളുടെ മേല് ദൂതൻ ഇറങ്ങണം. അതിനിടമൊരുക്കുന്നത് എങ്ങനെയാ? ദൈവവചനത്തെ ചോടി പിടിച്ചുകൊണ്ട് ഈ പകൽക്കാലം ആ ദൂതനെ വിടാതെ വണ്ണം നിങ്ങൾ പിടിച്ചു നിർത്തുമെങ്കിൽ നിങ്ങളുടെ ഇടങ്ങളുടെ മേല് അത്യന്ത ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപാരം വെളിപ്പെടും. യേശുവിന്റെ നാമം നിങ്ങളുടെ മേൽ ചിരിക്കുക. ഹല്ലേലൂയ. ദൈവനാമം നിങ്ങളുടെ മേൽ ജയഘോഷം കൊള്ളുക ഇന്ന് പകല്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. അയ്യോബിനോട് ചേർന്നുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എനിക്ക് നന്മ തന്നു, തിന്മയും അനുഭവിക്കരുതോ. ഈ ഒരു ചിന്ത
ഈ ഒരു തീരുമാനം, ഈ ഒരു പ്രതിഷ്ഠ എൻ്റെ ജീവിതത്തിൽ വന്നതല്ല, എനിക്ക് നന്മയ്ക്ക് കാരണമായെന്ന് പറയുവാൻ. ഹല്ലേലൂയ. ഇനി തകർച്ചയല്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും ദൈവം പകരുമെന്നുള്ള ആ തീരുമാനത്തോട്, ആ ദൃഢനിശ്ചയത്തോടു കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വിട്ട എഴുന്നേൽക്കാൻ ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.